രാജ്യരക്ഷയുടെ ഭാഗമായി ഇറാനിൽ ശുദ്ധി കലശം തുടങ്ങി. കഴിഞ്ഞ മാസം 13-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നീണ്ടുന്ന 12 ദിവസ യുദ്ധവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ചാരവിഭാഗങ്ങൾ ഇറാന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട് എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി 600-ലധികം ആളുകൾ പിടികൂടുകയും ഡസൻ കണക്കിന് ആളുകളെ തൂക്കിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതിന് തുടർച്ചയായ രീതിയിൽ ഇപ്പോൾ ജൂത ക്രിസ്ത്യൻ വിഭാഗങ്ങൾ താമസിക്കുന്ന ചില ഏരിയകളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നും ഇത്തരം ഈ ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത് അവർ ഈ ഇറാൻ്റെ അന്വേഷണ ഏജൻസി പറയുന്നത് എവിൽ ജയിൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ വലിയ അന്വേഷണം ക്രിസ്ത്യൻ ജൂത വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് വ്യത്യസ്ത കാലങ്ങളിൽ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിരിക്കുന്ന വിഭാഗങ്ങളെ താമസിപ്പിച്ച ജയിലാണ് എവിൽ ജയിൽ എന്ന് പറയുന്നത്. ഈ ജയിൽ ആക്രമിച്ചുകൊണ്ട് അവിടെ പ്രതികളെ മോചിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം ഇസ്രായേൽ നടത്തിയിരുന്നു. അത് ഞങ്ങൾക്ക് തടയാൻ വേണ്ടി സാധിച്ചു. പ്രധാന ഗേറ്റ് മാത്രമാണ് തകർന്നത്. അതിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനോ ജയിലിലെ പ്രതികൾ പുറത്തു പോകാനോ സാധിക്കാത്ത വിധം ഞങ്ങൾക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ ഒരു ഇറാൻ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യം, നല്ലൊരു ശതമാനം ജൂത ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട്. ആ ഇസ്രായേലിനെ സഹായിച്ച പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്.